സച്ചി ചോദിക്കുകയാണ്, എത്താറായില്ലേ നീ പറഞ്ഞ സ്ഥലം, ഇതിപ്പോൾ 2000 രൂപയ്ക്കുള്ള ഓട്ടായല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ രേവതി പറയും, എന്ത് നീ 2000 രൂപ തരണോ ചോദിക്കും. അപ്പോൾ സച്ചി പറയും, ഓ നീ തന്നത് തന്നെ എന്ന് പറയും കേട്ടോ. അപ്പോൾ രേവതി പറയാണ്, തരുമൊന്നുമില്ല എന്നാലും വെറുതെ എന്നിങ്ങനെ പറയും കേട്ടോ. അതിന് ശേഷം രേവതി പറഞ്ഞ സ്ഥലം എത്തുകയാണ്. അപ്പോൾ എത്തുമ്പോൾ സച്ചി ചോദിക്കും, ഇതെന്താ അമ്പലത്തിലേക്കാണ് വന്നത്, ഇത് നിനക്ക് നേരത്തെ പറഞ്ഞുകൂടെ ചോദിക്കും. നേരത്തെ പറഞ്ഞാൽ നിങ്ങളെൻ്റെ കൂടെ വരില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയും കേട്ടോ. അപ്പോഴാണ് ആ സ്റ്റെപ്പുമ്മേ എല്ലാവരും ഭാര്യമാരെ ഇങ്ങനെ എടുത്തു കൊണ്ടുപോകുന്നത് കാണും. അപ്പോൾ സച്ചിക്ക് എന്താ ഇവർക്കൊക്കെ കാലിന് വയ്യാത്തവരാണോ ചോദിക്കുമ്പോൾ, എന്ത് ഇത്രയും ആൾക്കാർക്ക് കാലിന് വയ്യാതെയാവോ, നിങ്ങൾ എന്തീ പറയണേ, ഇത് ഇവിടുത്തെ ഒരു ആചാരമാണ്, നിങ്ങളും എന്നെ എടുത്ത് നടക്കണം എന്ന് പറയുമ്പോൾ സച്ചി പറയും, ഓ പിന്നെ നീ അങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ മതി, ഞാനൊന്നുമില്ല, എന്നെ കൊണ്ടൊന്നും പറ്റൊന്നുമില്ല, നീ എത്ര തടിയുണ്ട് നിനക്ക്, എൻ്റെ വീട്ടിലേക്ക് നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം 10 കിലോ അരി എക്സ്ട്രാ ഇപ്പോൾ വാങ്ങണത് എന്നൊക്കെ തന്നെ പറയും കേട്ടോ. അപ്പോൾ രേവതി, ഓ അപ്പം നിങ്ങളും നിങ്ങളുടെ അമ്മേനെ പോലെ പറയാൻ തുടങ്ങിയില്ലേ എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെ ഒരാൾ വന്നിട്ട് പറയും, എന്തേ ഇത് കണ്ടിട്ട് പേടിച്ച് നിൽക്കുകയാണോ ഭാര്യേനെ എടുക്കാതെ, അല്ലെങ്കിലും ആരോഗ്യമുള്ളവർക്കൊക്കെ ഇതിനെ കൊണ്ട് പറ്റുള്ളൂ, അല്ലാത്തവർക്കൊന്നും പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അയാളോട് സച്ചി ചൂടാവുകയാണ്. അപ്പോൾ രേവതിനെ പിടിച്ച് നിർത്തും കേട്ടോ. അതിനുശേഷം സച്ചി എന്തെങ്കിലും വരട്ടെ വെച്ചിട്ട് എടുത്ത് നടക്കുകയാണ് രേവതിനെ. അങ്ങനെ കുറേ ദൂരം എടുത്ത് നടക്കുമ്പോൾ തന്നെ സച്ചിക്ക് വയ്യാണ്ടാവും. അപ്പോൾ മുന്നേ പോയവരൊക്കെ ഭാര്യേനെയൊക്കെ നിലത്തിട്ടിട്ട് അവിടെ ഇങ്ങനെ ശ്വാസം കിട്ടാണ്ട് പോലെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ സച്ചി രേവതിയുടെ എടുത്തിട്ട് മുഴുവൻ നടക്കും. അങ്ങനെ രേവതിൻ്റെ അടുത്ത് മുഴുവൻ നടത്ത് മുകളിലെത്തി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.